ഇന്ത്യ തകർത്ത പാകിസ്ഥാന്റെ നൂർഖാൻ എയർബേസ് വീണ്ടും തകർന്നുവല്ലോ. ഉം. താലിബാനാണ് ഇത് അടിച്ച് തകർത്തിരിക്കുന്നത്. അവിടെ ഇന്ത്യ അടിച്ച് തകർത്തതിന് ശേഷം അത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പുനരുദ്ധരിക്കണമല്ലോ. അതിനുള്ള പണിയൊക്കെ നടന്നു വരുമ്പോഴാണ് താലിബാന്റെ വക കൂടി അടി അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ലക്ഷ്യം വെച്ചിട്ടുള്ള മറ്റു സ്ഥലങ്ങളുമുണ്ട്. ഒന്ന് റാവൽപിണ്ടിയിലുള്ള ഈ നൂർഖാൻ എയർബേസ് ആണ്. അതുകൂടാതെ ക്വറ്റയിലുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ 12ാം ഡിവിഷൻ ആസ്ഥാനം തകർത്തിട്ടുണ്ട്. ഖൈബർ പത്തൂൺഖോയിലെ ഖൊസായ് ക്യാമ്പ് തകർത്തിട്ടുണ്ട്. കൊറ്റയിലാണ് ഈ പറയുന്ന 12ാം ഡിവിഷൻ ആസ്ഥാനം എന്നുള്ളത്. അപ്പോൾ താലിബാൻ പറയുന്നത് ഞങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണങ്ങൾക്കും എല്ലാത്തിനുമുള്ള മറുപടിയാണ് ഞങ്ങൾ തിരിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം ഇത് കൃത്യമായിട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. താലിബാൻ ഈ ഒരു അവകാശവാദം പ്രകാരം ഏതാണ്ട് ഒരു 32ഓളം പാക് സൈനികർ ഇതിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. 4 സൈനിക പോസ്റ്റുകളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതെല്ലാം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് സ്ഥിരീകരിക്കുന്നത് അവരെ സംബന്ധിച്ച് അതൊരു നാണക്കേടാണ്. അതുകൊണ്ട് വായടച്ച് മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം 2025 മെയ് മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ സിന്ധു നമ്മൾ ആരും മറക്കില്ല. കാരണം നമ്മുടെ ഒരു അഭിമാനം കൂടിയാണ്. പാകിസ്ഥാനെ തച്ച് തകർക്കുന്ന രീതിയിലാണ് കൊടുത്തത്. ഇനിയൊന്ന് ഓങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാകില്ല എന്നുള്ളൊരു വാണിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരെ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇന്ത്യ പറയാം ഞങ്ങൾ ഇതിലും വലുത് കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നടത്തിയ സൈനിക നീക്കത്തിൽ നൂർഖാൻ താവളം നമ്മൾ അടിച്ച് തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുവന്ന് എത്തിച്ചു. നമുക്കറിയാം പെഹൽഗാമിൽ ഉണ്ടായിരുന്നിട്ടുള്ള വിഷയം. ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പറയുകയാണ്, ഇറാനില് ഇവരൊക്കെ ചത്തുമലച്ച് വീഴുമ്പോൾ ഇവിടെയുള്ളവരൊക്കെ ആകെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പെഹൽഗാമിൽ നമ്മുടെ സഹോദരന്മാരെ തുണി പൊക്കി നോക്കിയിട്ട് ഇവർ മുസ്ലിംസ് അല്ല എന്ന് പറയുമ്പോൾ വെടിവെച്ച് കൊന്നപ്പോൾ ഇവർക്ക് ആർക്കും ഈ ഒരു ദണ്ണം നമ്മൾ കണ്ടിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ടുള്ള തിരിച്ചടിയിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഈ ഒരു ഹിറ്റ്ബാക്ക് ഉണ്ടായതിനു ശേഷം അവരവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നതിനിടയിലാണ്. അപ്പോൾ ഇത് ആരുടെയെങ്കിലുമൊക്കെ കൈയും കാലും പിടിച്ച് നമ്മുടെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി. പ്രതിരോധ മന്ത്രിയും പറഞ്ഞു, ഞങ്ങളിങ്ങനെ പലരുടെയും കൈയും കാലും ഒക്കെ പിടിച്ച് തെണ്ടിക്കൊണ്ടുവരുന്ന പൈസകൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ജനങ്ങൾ നിങ്ങളത് ഓർക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ പിച്ച തെണ്ടിക്കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നൂർഖാൻ എയർബേസ് വീണ്ടും പുനരുദ്ധരിക്കുന്നതിനിടയിലുള്ള ആക്രമണമാണ് ഈ നടന്നിരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ച് ഇനി അവരെങ്ങനെ ഇതിനെ വീണ്ടെടുക്കും എന്നുള്ള ഒരു ആശങ്കയിൽ പാകിസ്ഥാൻ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അഫ്ഗാനുമായിട്ടുള്ള അടി എന്ന് പറയുന്നത് ശരിക്കും പാകിസ്ഥാൻ തന്നെ വീണ്ടെടുക്കണോ? ഇത് അമേരിക്കയുടേതാണ്. അമേരിക്ക സൈന്യത്തെ നിയന്ത്രിച്ചിരിക്കുന്ന, അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന, അതിൻ്റെ അകത്ത് പാകിസ്ഥാന്റെ ഒരു പട്ടാളക്കാരന് പോലും പ്രവേശനമില്ലാത്ത ഒരു സൈനിക കേന്ദ്രമാണ് നൂർഖാൻ എയർപോർട്ട് എന്ന് പറയുന്നത്. അവിടെ ഇനി അമേരിക്കയ്ക്കല്ലേ ഇത് പണി വരുന്നത് എന്നുള്ളതാണ്. അമേരിക്കയ്ക്കുള്ള അടിയായിട്ട് തന്നെ നമുക്ക് കരുതാം. പക്ഷേ ഇത് നിലനിൽക്കുന്നത് ആർക്കാണ്? ഇപ്പോൾ ഒരുപക്ഷെ അതെ, പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലും പ്രിയം പറഞ്ഞതുപോലെ അമേരിക്കയും കൂടെ ചേർന്നിട്ടായിരിക്കും. പക്ഷെ അമേരിക്കയ്ക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് ഇത് ഞങ്ങളുടെ ബേസ് ആണ്, നിങ്ങൾ ഇനി തകർക്കരുത് എന്ന് താലിബാനോടും പറയാൻ പറ്റില്ല. ഇത് പുറമേക്ക് പറയാൻ പറ്റില്ല. അമേരിക്ക നൂർഖാൻ എയർബേസിൽ നമ്മൾ അടിച്ചപ്പോൾ തന്നെ ഇവർ വരികയും ചെയ്തതിന്റെ പിന്നാലുള്ള കാര്യം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഇവർക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു മറയുടെ പുറത്ത് നടത്തുന്ന നീക്കങ്ങളാണല്ലോ. പല കേന്ദ്രങ്ങളും അവിടെ ഉണ്ട്. കിരാന ഹിൽസിൽ അടിച്ചപ്പോഴും അവർക്ക് നൊന്തു. അപ്പൊ ഇതെല്ലാം കൊണ്ടുപോകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് നടന്നില്ലെങ്കിൽ അവർക്കുള്ള ഒരു വരുമാനം ഉണ്ടാകില്ല. ഈ ഒരു പ്രസ്ഥാനം നടത്തുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന പണം ഉണ്ടാകാം. ഈ പണത്തിന്റെ സ്രോതസ് വരവും നിലയ്ക്കും. ഇവരിത് വേണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഒരു ഘട്ടത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് ഇത് എപ്പോൾ വേണമെങ്കിലും വേണ്ട എന്ന് വെക്കാം. കാരണം അമേരിക്കയ്ക്ക് ഗുണമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇറങ്ങില്ല. ഇതുകൊണ്ട് ഇനി നടക്കില്ല, ഞങ്ങൾ വേറെ വഴി നോക്കുകയാണ് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഇവർ നമ്മളോട് പറയുന്ന ഞങ്ങൾക്ക് ആണവ ബോംബുണ്ട് എന്ന് പറയുന്ന കാര്യം പോലും, ഇത് ആണവ ബോംബ് എന്ന് പറയുന്നത് കയ്യിലിരിക്കുന്നത് പാകിസ്ഥാന്റെ അല്ല, അമേരിക്കയുടെ തന്നെയാണ്. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ
അപ്പോഴും ഇവർ വീമ്പിളക്കുന്നതിന് പിന്നിലുള്ള കാരണവും ഇത് തന്നെയല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് പാകിസ്ഥാൻ വീണ്ടെടുക്കുക? അല്ലെങ്കിൽ പാകിസ്ഥാന് ഇതിനെ ഒരു സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ബോധ്യപ്പെടൽ അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാന്റെ വയറ്റത്ത് നെഞ്ചത്ത് അടിക്കുന്ന ഒരു കാര്യമായി മാറില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പാകിസ്ഥാനിൽ നടക്കുന്ന ആക്രമണമായിട്ട് ഇതിനെ കണക്കാക്കാമെങ്കിലും ശരിക്കും ഇത് പാകിസ്ഥാനല്ല, അമേരിക്കയ്ക്ക് കൊള്ളുന്നതാണ്. ഉം. അതായത് ഒരു ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഇറാന് നേരെ, അതായത് ഷിയ രാജ്യമാണെങ്കിൽ കൂടി നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പദ്ധതിയാണ് താലിബാൻ നടപ്പിലാക്കിയെടുത്തിരിക്കുന്നത് എന്ന് പറയാം. അമേരിക്കയ്ക്ക് കൊടുക്കേണ്ട അടി, എന്നാൽ അത് പാകിസ്ഥാന്റെ ചെവിടത്ത് കൊള്ളുകയും ചെയ്യണം. ഈ രണ്ട് ലക്ഷ്യങ്ങളും ഒരേ സമയം നിറവേറ്റാൻ കഴിയുന്നത് നൂർഖാൻ എയർബേസിൽ ആക്രമണം നടത്തുക എന്നുള്ളത് കൂടിയാണ്. അതായത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി താലിബാൻ നടത്തുന്ന ഒരു ആക്രമണം. അതിൽ സൈനികരെ ലക്ഷ്യം വെക്കുന്നുണ്ട്, മറ്റ് സംവിധാനങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അവിടുത്തെ എയർ സ്ട്രൈക്കിലുള്ള, അതായത് എയർ സ്ട്രൈക്കിനെയാണ് പ്രതിരോധിക്കേണ്ടത്. എന്തുകൊണ്ട് വ്യോമ ആക്രമണത്തിനെ പ്രതിരോധിക്കണം എന്നുള്ളത് താലിബാന് കൃത്യമായിട്ട് അറിയാം. പാകിസ്ഥാന്റെ വ്യോമ സംവിധാനത്തെ പ്രതിരോധിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ, താലിബാന്റെ കയ്യിൽ ഏറ്റവും വീക്കായിട്ടുള്ള, ഏറ്റവും ബലം ക്ഷയിച്ചിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് എയർഫോഴ്സാണ്. അവർക്ക് ആകപ്പാടെ ഉള്ളത് ഒന്നോ രണ്ടോ ഹെലികോപ്റ്ററുകളും വളരെ ചെറിയ യുദ്ധവിമാനങ്ങളും പിന്നെ കുറച്ച് ഡ്രോണുകളുമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പാകിസ്ഥാനോട് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ പാടാണ്. അതിനിടയ്ക്കാണ് പാകിസ്ഥാൻ അതിരൂക്ഷമായിട്ടുള്ള എയർ സ്ട്രൈക്കുകൾ ആ മേഖലയിലേക്ക് നടത്തുന്നത്. അത് താലിബാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് താലിബാൻ സർവ്വശക്തിയും എടുത്ത് തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആക്രമണം നടത്തുകയാണ്. അതിലാണ് നൂർഖാനെ ലക്ഷ്യം വെച്ചത്. നൂർഖാൻ വീണ്ടും തകർന്നിരിക്കുന്നു എന്നുള്ളത്. ഈ നൂർഖാനെ ലക്ഷ്യം വെക്കുമ്പോൾ അത് നമ്മൾ ലക്ഷ്യം വെച്ചിരുന്ന, അതായത് നമ്മൾ ലക്ഷ്യം വെച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് താലിബാൻ ഈ ഒരു സ്ട്രൈക്ക് നടത്തിയതെന്ന് കൂടിയുണ്ട്. അതെ. അപ്പം നമുക്ക് ഏറ്റവും വിശ്വസനീയമായിട്ട് ഇന്ന് നമ്മളുടെ അയൽക്കാരിലുള്ള ഒരു പ്രധാനപ്പെട്ട ആള് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനാണ്. ആ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് വളരെ പ്രിയപ്പെട്ട രാജ്യമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. നമ്മളുടെ തൊട്ടടുത്ത നെയ്ബേഴ്സിൽ പിന്നെ നമുക്ക് അത്യാവശ്യം അടുത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഭൂട്ടാനാണ്. ബംഗ്ലാദേശ് ശത്രുതാ മനോഭാവത്തോടുകൂടി നിൽക്കുന്നു. നേപ്പാളും ഏറെക്കുറെ ചൈന പക്ഷത്തേക്ക് നിൽക്കുന്നു. ശ്രീലങ്കയ്ക്കും അതേ നിലപാടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകുന്ന ഒരു അയൽ രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യയുടെ പാതയെ പിന്തുടരുന്നു എന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. ഇതിനിടയിൽ വ്യോമാക്രമണങ്ങളിൽ, ഇതുവരെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള വ്യോമാക്രമണങ്ങളിൽ 270-ലധികം താലിബാൻകാരെ, അതായത് അവരുടെ പോരാളികളെ കൊന്നതായിട്ടും 400-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും ഒക്കെയുള്ള വീമ്പിളക്കൽ പാകിസ്ഥാൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നെതന്യാഹുവിൻ്റെ ഒരു ഇത് വരുന്നത്. കാരണം നെതന്യാഹുവിൻ്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവർ ചോദിക്കുകയാണ്, ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? നിങ്ങൾ ഇറാനെ അടിച്ചു, സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ചോദ്യം ഉയരുന്നുണ്ട്. ഇറാനെ അടിച്ചെങ്കിൽ അടുത്തത് ആരായിരിക്കും ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ആ സമയത്താണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഒരു ക്ലിപ്പിങ്ങിൽ പറയുന്നത്, മതഭരണകൂടമുള്ള, ആണവായുധം കയ്യിലുള്ള രാജ്യം ഏതാണോ അത് ഞങ്ങളുടെ ശത്രു തന്നെയാണ്. കാരണം അത് എന്നും ഇസ്രായേലിന് ഭീഷണിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായും ചോദിക്കുന്നുണ്ട്, പാകിസ്ഥാനാണോ? ഉറപ്പായിട്ടും പാകിസ്ഥാനാണ് എന്ന് പറയുന്നുണ്ട്. കാരണം അൽ-ഖ്വയ്ദ കഴിഞ്ഞ ഒരു സന്ദർശനം നടത്തിയത് ഹമാസിന്റെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്താനാണ്. അതായത് അൽ-ഖ്വയ്ദയുടെ കമാൻഡർ ഹമാസിന്റെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ-ഖ്വയ്ദയും ഹമാസും കൈകോർക്കുന്നു. അപ്പോൾ പാകിസ്ഥാനും ഹമാസും തമ്മിൽ കൈകോർക്കുന്നു. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ള ഏതായുധവും ഹമാസിന്റെ കയ്യിലേക്ക് എത്തും. അത് വെച്ചിട്ട് ഇസ്രയേലിനെ ആക്രമിക്കും. അങ്ങനെ ഒരു ഭീഷണി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ ഇസ്രയേൽ നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ ആക്രമണം ഭാവിയിൽ ഇസ്രയേലിന് പാകിസ്ഥാന് മേൽ നടത്തേണ്ടി വരും. ഇന്ന് ഇറാനാണെങ്കിൽ നാളെ പാകിസ്ഥാൻ, അതിൽ സംശയമുള്ള ഒരു കാര്യവുമില്ല. അത് ഒരു കണക്കിന് നമുക്ക് ഇന്ത്യക്ക് നല്ലതാണ്. പക്ഷേ മറ്റൊരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാൻ ഈ പറയുന്ന ആക്രമിക്കപ്പെട്ടപ്പോൾ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ ഗ്യാപ്പുണ്ട്. നമുക്ക് നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ എങ്കിൽ കൂടിയും ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തേക്കാണ്. പക്ഷേ ഈ പാകിസ്ഥാനുമായിട്ടാണ് ഇസ്രയേൽ എൻഗേജ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കൊട്ടും ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ പാകിസ്ഥാനെ അടിക്കുന്നത് പോലെയല്ല. നമ്മൾ നമ്മുടെ വീട്ടിലെ പട്ടിയെ അടിക്കും, പക്ഷെ വേറൊരുത്തം വന്ന് അടിക്കുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ പാകിസ്ഥാനിൻ്റെ പട്ടിയെ നമ്മൾ മാത്രമേ അടിക്കുകയുള്ളൂ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇസ്രയേൽ അടിക്കുകയാണെങ്കിൽ അടിച്ചോ, പക്ഷേ ആ അടിക്കുമ്പോഴത്തേക്കും അവൻ കുരയ്ക്കുന്നതിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കരുത്, അല്ലെങ്കിൽ അവൻ കരയുന്നതിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കരുത് എന്ന് ഇന്ത്യ ഇസ്രായേലിനോട് പറയും. വേണമെങ്കിൽ നൈസായിട്ട് കൊടുത്തിട്ട് പൊക്കോ
എന്നൊരു മൗനാതിവാദം കൊടുത്തേക്ക്. ഏതായാലും ഇസ്രയേൽ പറയുന്നതിനകത്തൊരു കാര്യമേ ഉള്ളൂ, ഭീകരതയാണ് അവരുടെ ശത്രു. ആ ഭീകരത ഇറാനായാലും പാകിസ്ഥാനായാലും തുടച്ചു നീക്കും എന്നുള്ളതാണ്. ഏതായാലും അത് നല്ല കാര്യമാണ്. ലിബിയയിലെ ഹിസ്ബുള്ളയും ഇപ്പോൾ അടിവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഹിസ്ബുള്ള ഏതാണ്ട് നല്ല രീതിയിൽ ചോദിച്ചു വാങ്ങുന്നുണ്ട്, അത് കൃത്യമായിട്ട് കൊടുക്കുന്നുമുണ്ട്. അപ്പം നല്ല രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട്. അധികം വൈകാതെ ഇറാൻ വീണ് കഴിഞ്ഞാൽ ഹിസ്ബുള്ളയും ഹൂതിയും ഇല്ലാതാകും. പിന്നെ തുരുത്തിൽ മാത്രം കിടക്കുന്ന ഹമാസിനെ തീർക്കാൻ ഇസ്രയേലിന് അധികം അതായത് ഈ സമയം സിറിയ, വേണ്ടി ലെബനൻ, ഗാസ മുനമ്പ്, വെസ്റ്റ് ബാങ്ക് ഈ അതിർത്തികളിലെല്ലാം തന്നെ കൃത്യമായിട്ട് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെ ഏത് സമയത്തും ഒരു അറ്റാക്ക് ചെയ്യാൻ പാകത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് അതെ. എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള പിന്തുണയ്ക്ക് നന്ദി പറയുകയാണ്. കൂടാതെ ഈ പിന്തുണ ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.